ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബറോട്ടയാണ്. നല്ല ചൂട് ബറോട്ട നമുക്ക് ഈ മഴക്കാലത്ത് തയ്യാറാക്കിയെടുത്താലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ മൈദ മാവ് എടുത്തിട്ടുണ്ട്. 1 കിലോ മൈദ മാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കോഴിമുട്ട പൊട്ടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പാലോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബറോട്ട നല്ല സോഫ്റ്റായി വരാനാണ് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കല്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. അതിനേക്കാളും നല്ല സോഫ്റ്റ് ആവണം മാവ്. അപ്പോൾ ഇതാ നമ്മളൊന്ന് കഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇത് ഏതെങ്കിലും ഒരു ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി സോഫ്റ്റാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ അവിടെ നിന്ന് മാറ്റി ഒരു കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. എത്രത്തോളം മാവ് സോഫ്റ്റ് ആവുന്നോ നമ്മുടെ ബറോട്ടയും അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഒരു 10-20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ മാവ് ഇതുപോലെ ഓരോ ബോൾസാക്കി നമുക്ക് മാറ്റി കൊടുക്കാം. ഇത്ര സൈസിലുള്ള ബോൾസാക്കിയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം എന്താ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 7 ബോൾസാണ് കിട്ടിയത്. 1 കിലോ മാവിന് നമുക്ക് 7 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഈ ബോൾസിൻ്റെ മുകളിലും ഇതുപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതും ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അടിച്ചെടുക്കാവുന്നവർക്ക് അതുപോലെ എടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നതായിരിക്കും എളുപ്പം. നല്ല തിന്നായിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ആ ഒരു പാർട്സ് നമുക്കിതുപോലെ ഒന്ന് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ചുരുട്ടിയെടുക്കണം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ മാവെല്ലാം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചൊന്ന് പരത്തിയെടുത്താലും മതി. നമുക്ക് അല്ലെങ്കിൽ ഇതാ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ബെറോട്ടയുടെ ആ ഒരു ഷേപ്പൊക്കെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ തേച്ചെടുത്ത് പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബെറോട്ടകൾ ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്ത ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബ്രഷ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. എൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ബറോട്ട നല്ല ഒരു സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ എണ്ണ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മളിതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കൈ വെച്ച് അടിച്ചൊന്നെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ നമുക്ക് വെക്കേഷനൊക്കെ അല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് ബറോട്ടകളെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.